സരീഷ്, ഇനി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇപ്പോൾ നടക്കുന്നത് ബി.ജെ.പിയും CPI-യും തമ്മിലാണ്. ഒരുപക്ഷെ LDF-ന്റെ സ്ഥാനാർത്ഥിയും തമ്മിലാണ്. പി സരിന് രണ്ടാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. ഒരുപക്ഷെ CPI-ന്റെ തന്ത്രങ്ങൾ ഇത്തവണ വിജയിക്കുമോ എന്ന് തന്നെയാണ് ഇനി ഉറ്റുനോക്കുന്നത്. കാരണം ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നൽകാൻ സാധിക്കണമെങ്കിൽ ഇപ്പോൾ എണ്ണുന്ന ഈ പഞ്ചായത്തുകളിൽ വലിയ തരത്തിൽ ഒരു മുന്നേറ്റം ഇടതുപക്ഷം ഉണ്ടാക്കേണ്ടതുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഏതാണ്ട് ഈ അവസാന 11ാമത്തെ റൗണ്ട് വന്നാൽ ഏതാണ്ട് ഒരു 7000 വോട്ടിന്റെ മാത്രം വ്യത്യാസമാണ് ഈ രണ്ടാം സ്ഥാനക്കാരനും മൂന്നാം സ്ഥാനക്കാരനും തമ്മിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള 3 റൗണ്ടുകളുണ്ട്. ആ റൗണ്ടുകൾ കൂടി എണ്ണുമ്പോൾ വലിയ രീതിയിൽ മുന്നേറ്റം CPM-ന് അല്ലെങ്കിൽ LDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ് ഇനിയുള്ളത്, ബൂത്തുകളാണ് ഇനിയുള്ളത്. ആ ബൂത്തുകൾ എത്രത്തോളം സജീവമായി നിൽക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് LDF-ന് കഴിഞ്ഞ തവണ ഏതാണ്ട് 20,000-ലേറെ വോട്ടുകൾ വലിയ രീതിയിൽ സമാഹരിക്കാൻ LDF-ന് സാധിച്ചിട്ടുണ്ട്. ആ LDF വോട്ടുകൾ ഒരുപക്ഷെ കൂടുതലായി എത്തിയാൽ രണ്ടാം സ്ഥാനത്ത് LDF എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടി UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം വലിയ ഒരു പ്രതിസന്ധി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു തരത്തിലും അല്ലെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ പിന്നോട്ട് പോകുന്നു, മറ്റ് പഞ്ചായത്തുകളിൽ വളരെ പുറകിലോട്ട് പോകുന്ന സാഹചര്യം. അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും വലിയ തിരിച്ചടി BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.